സിസുവിൽ തണുപ്പൊക്കെ അനുഭവിച്ച് പിന്നെ ഞങ്ങൾ മണാലിയിൽ വന്ന സമയത്ത് -2, -3 ഞങ്ങൾക്കൊരു വിഷയമില്ലാതെ. പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ നിർത്തിയത് ഞങ്ങൾ സിസുവിൽ ബസ് കാത്ത് നിൽക്കുന്നതല്ലായിരുന്നു. അതായത് ഉച്ചയ്ക്ക് ശേഷം ബസ് സർവീസൊക്കെ നിർത്തി വെച്ചു. പിന്നെ കുറേ കാരണമൊക്കെ കൈകാട്ടി നിർത്തിയില്ല. പിന്നെ അങ്ങനെ ഒരു 5:30 ഏതാണ്ട് ഒരു 5:30 മണിയായി കാണണം തോന്നുന്നു. ഒരു കാർ വന്നു, ഒരു TN രജിസ്ട്രേഷൻ വണ്ടി വന്നു. അങ്ങനെ 3 പേർ, അതിൽ 3 പേരുണ്ടായിരുന്നു. ഒരാൾക്ക് മലയാളം അറിയാം, ഒരാൾ തമിഴ്നാട്ടിൽ നിന്നാണ്, ഒരാൾ മധ്യപ്രദേശാണെന്ന് തോന്നുന്നു. അങ്ങനെ അവർ ഞങ്ങളെ മണാലിയിൽ ഇറക്കി തന്നു. ഇപ്പം ഞങ്ങൾ പോകുന്നത് ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലെ കസോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അതായത് ഇപ്പം ഞങ്ങൾ പോകുന്നത് കുളു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, മണാലിയിൽ നിന്ന് കുളു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. കുളുന്ന് ഈ കസോളിലേക്ക് ബസ് കിട്ടുന്നതാണ് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞത്, മണാലി ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞത്. നിങ്ങളിപ്പം ദൂരേക്ക് നോക്കിക്കാണെങ്കിൽ, അതായത് കുറച്ച് ലോങ്ങിൽ ഈ കുറേ പാരഗ്ലൈഡേഴ്സിനെ കാണാം. അതായത് ഏതോ മലയുടെ മുകളിൽ നിന്ന് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. എവിടുന്ന് വരുന്നതെന്ന് മനസ്സിലായില്ല, പക്ഷേ ഒരുപാടെണ്ണം ഉണ്ട്, ഒരുപാടെണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ ഈ മണാലിയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വിട്ടിട്ട് പിന്നെ കുളു എത്തുന്നവരേക്കും നമുക്ക് ഈ കാഴ്ചയാണ് കേട്ടോ, ഈ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഈ കാഴ്ചയാണ് നമുക്ക് മൊത്തം കാണാൻ കഴിയുന്നത്. ഇത് കുളു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് കസോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. ഇവിടുന്ന് ഈ കസോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടെങ്കിലും എപ്പോഴും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഈ ബുന്ദർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കാണെങ്കിൽ അവിടുന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ബുന്ദർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ബുന്ദറിൽ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ടോ. അവിടെ ഒരു ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു കസോളിലേക്കുള്ള. അപ്പോൾ കസോളിലേക്കല്ല, മണിക്കർണം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഒരു മലയുടെ ചരിവ് കൂടെയാണ് കേട്ടോ പോകുന്നത്. അതായത് ഇടത്തെ സൈഡിൽ ഒരു നദി ഒഴുകുന്നുണ്ട്, പാർവതി നദിയാണെന്നാണ് തോന്നുന്നത്. അതിനടുത്ത് ഒരുപാട് മലനിരകൾ. ഈ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു പച്ചപ്പില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ മലനിരകളുടെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത്. ഈ ഗ്ലാസ്സിൽ മൊത്തം അഴുക്കാണ്. എൻ്റെ പുറകിൽ ഒരു വയ്യാത്തൊരു കുട്ടി ഇരിക്കുന്നുണ്ട്, ഒരു ആൺകുട്ടി. അപ്പം നമ്മളെ നാട്ടിലെ പോലെ പുറത്ത് നല്ല തണുപ്പാണ്. അപ്പം ഗ്ലാസ് പൊന്തിച്ച് കാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഗ്ലാസ് പൊന്തിച്ചില്ല, ഇങ്ങനെ തന്നെ ചിത്രീകരിച്ച് വിചാരിച്ചു. നമുക്ക് പുറത്ത് പോയിട്ട് കഴുകാൻ കഴിയില്ല. ഞാൻ കണ്ടില്ലായിരുന്നു. ആദ്യം ഞാൻ പൊന്തിച്ചിട്ടിട്ടായിരുന്നു യാത്ര ചെയ്തിരുന്നത്. പക്ഷേ കുറച്ച് ചെന്ന ദിവസം തണുപ്പടിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ഗ്ലാസ് താത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കില്ല, അങ്ങനെ തന്നെ ഇട്ടു. തലേന്ന് രാത്രി ഞങ്ങൾ അവിടെ എത്തി റൂമെടുത്ത് നിന്ന്, അതൊന്നും ഞാൻ ചിത്രീകരിച്ചില്ല. ഏതാണ്ട് വൈകുന്നേരമായിട്ടുണ്ട് ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത്. ഇത് പാർവതി നദിയാണ് കേട്ടോ നിങ്ങളിപ്പം കാണുന്നത്. ഞങ്ങളിപ്പം നിന്നിരുന്ന റൂമിൻ്റെ കുറച്ച് മേലോട്ട്, അത് മണികർണം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഭാഗത്തേക്ക് കുറച്ചും കൂടെ നടന്നു പോകുന്നതാണ്. ഞങ്ങളിപ്പം അതായത് റോഡിൻ്റെ സൈഡിൽ നിന്ന് ഈ വശം ചെന്ന്, അതായത് ഇതിൻ്റെ എതിർവശത്തേക്ക് വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു കാട് പോലൊരു സ്ഥലമുണ്ട്. അതായത് ഇതിൻ്റെ ഈ കാട് എന്ന് പറയുന്നത് ഈ പാർവതി നദീൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. അതായത് ഇവിടെ 2 ഭാഗമായിട്ടാണ് ഈ നദി പോകുന്നത്. ഇവിടുത്തെ ബസ് സർവീസ് മണിക്കർണം എന്ന് പറഞ്ഞ സ്ഥലം വരെയുള്ളൂ കേട്ടോ. അതായത് കാസോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 3.5 കിലോമീറ്റർ മുന്നോട്ട് അവിടെ വരെയുള്ളൂ കേട്ടോ ബസ് സർവീസ് ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് അതായത് 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് മലാന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പിന്നെ ഒന്ന് ഗീർഗംഗ എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അതായത് 2 നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. അതായത് മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഈ മലാനയും പിന്നെ ഈ ഗീർഗംഗയും. പക്ഷേ ഈ ബസ് സർവീസ് ഇല്ലാത്ത കാരണം ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ കസോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഇനി ഒരു 3.5 കിലോമീറ്റർ കൂടി അകലെയാണ് ഈ മണിക്കർണം എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അവിടെ വരെ ബസ് സർവീസ് ഉണ്ട്. ഇത് ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കസോൾ എന്ന് പറഞ്ഞ സ്ഥലം ബുന്ദർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 30 കിലോമീറ്ററും കുളു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 36 കിലോമീറ്റർ ഉണ്ട്. ഓയ് ഹലോ, ഇതിലൂടെ നടക്കുന്ന സമയത്ത് നല്ലൊരു സുഖം കേട്ടോ. അവനത് അവിടെ നിൽക്കുന്നത്, നല്ലൊരു സുഖം. അധികം തണുപ്പുമില്ല. ഹലോ, ഇവിടുത്തെ ഈ നായകളുണ്ടല്ലോ, അതായത് ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. അതായത് ഒരു അഗ്രസീവ് മൈൻഡിനെ നമ്മളോട് കാണിക്കില്ല. നല്ല ഒരു ഫ്രണ്ട്ലിയാണ് എല്ലാ നായ്ക്കളും. നമ്മളെ കൂടെ ഇങ്ങനെ വരും. നമ്മൾ എവിടെ പോകുന്നു അവിടെ നമ്മളെ കൂടെ ഇങ്ങനെ വരും. ഞങ്ങൾ നേരത്തെ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന്, അതായത് ആ നദിക്കരയിൽ നിന്ന് കുറച്ചുകൂടി മേലോട്ട്, അതായത് മണിക്കർണം ഭാഗത്തേക്ക് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ മുകളിലേക്ക് അവിടെ ഇടത്തെ സൈഡിൽ ഞങ്ങളൊരു ബ്രിഡ്ജ് കണ്ടു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ബ്രിഡ്ജ്, ഇതിൻ്റെ മറുവശത്ത് എന്താണെന്നറിയില്ല, ചെറിയൊരു വില്ലേജ് പോലെ തോന്നിക്കുന്നുണ്ട്. വില്ലേജ് ആണോ എന്നറിയില്ല.
അങ്ങനെ തോന്നിക്കുന്നത്. പക്ഷേ ഞങ്ങളിപ്പോൾ ഇറങ്ങി എന്തിനാ വെച്ചാൽ ഇവിടെ നല്ല കാഴ്ചകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ നദി ഇങ്ങനെ കുറച്ച് നീളത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഫോട്ടോ എടുക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ അതിനിപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നേരത്തെ ഞങ്ങൾ നിന്നിരുന്ന ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന്, അതായത് പാലത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് പിന്നെ ഞങ്ങൾ മുകളിലേക്കൊന്നും പോയില്ല. തിരിച്ച് ഞങ്ങൾ കാസർഗോഡിലേക്ക് തന്നെ പോയി റൂമിൽ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് മണിക്കർണം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഈ മണിക്കരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ച് താഴെയായിട്ട് ഒരു അമ്പലമുണ്ട്, സിഖുകാരുടെ ഒരു അമ്പലമുണ്ട് കേട്ടോ, ഗുരുദ്വാര സാഹിബ് ടെമ്പിൾ. ഞങ്ങൾ ഈ മണികർണം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഫുഡ് കഴിച്ചു തന്നു. ഒരു പഞ്ചാബി ഹോട്ടലാണെന്ന് തോന്നുന്നത്. കാശ് കുറച്ച് കൂടുതലാണെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. പക്ഷേ ഒരുപാട് ക്വാണ്ടിറ്റിയുള്ള ഫുഡ് തന്നിട്ട് വെറുതെ കുറേ വേസ്റ്റ് ചെയ്യും അവിടെ. ഇതിനകത്തേക്ക് കയറണമെങ്കിൽ നമ്മൾ തലയൊക്കെ കവർ ചെയ്യണം. അതായത് നമ്മുടെ മുടി ഒരു മഞ്ഞ ഒരു തുണി പോലെ, ഒരു ടവൽ പോലെ ഒരു ഇതുണ്ട്, അത് നമ്മൾ കവർ ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് പോകാം. പെർമിഷൻ ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ അന്നദാനമുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട് തൊട്ട താഴെ തന്നെ. അതായത് നമുക്ക് ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല, ചെരുപ്പ് താഴെ അത് വെക്കാനൊക്കെ ഒക്കെ ഫ്രീ ആണ്, അന്ന് ഒന്നിനും പൈസ ഇല്ല. അതായത് ഈ അമ്പലത്തിൽ ഷൂ സൂക്ഷിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്, ആളുകളുണ്ട്, പക്ഷെ ഒന്നിനും പൈസ ഇല്ല. ഇപ്പോൾ താഴോട്ടിറങ്ങിയ സമയത്താണ് ഞാനൊരു അത്ഭുതം കണ്ടത്. ഫുള്ള് എന്താ പറയുക, ചൂടുള്ള വെള്ളം. അതായത് ഒരു സ്ഥലത്ത് കെട്ടി നിർത്തിയിരിക്കുകയാണ്, പക്ഷേ വെള്ളത്തിന് നല്ല ചൂട്. തണുപ്പാണെങ്കിലോ -2 -3 ഏതാണ്ട് -ഡിഗ്രിയാണ് തണുപ്പ് വരുന്നത്. പക്ഷേ വെള്ളത്തിന് ചൂട്, അതൊരു അത്ഭുതമാണ് കേട്ടോ. ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് താഴെ കൂടെ പോകുന്ന നദി വരെ നല്ല തണുപ്പിലാണ് വെള്ളം പോകുന്നത്. ഹിമാചൽ പ്രദേശിലെ അവസാനത്തെ വീഡിയോ ഇതായിരിക്കും കേട്ടോ. ഇനി നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് കുളുവിലേക്ക് പോകണം. കുളുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകണം. ഡൽഹിയിൽ നിന്ന് നേരെ ട്രെയിൻ വഴി ഞങ്ങളുടെ കോഴിക്കോട് എത്തണം. ഓക്കെ, ബൈ.